കാഞ്ഞങ്ങാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ജനറേറ്ററിൽ നിന്നും പുകയുയർന്ന സംഭവത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കാഞ്ഞങ്ങാട് സബ് കളക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകും. ദിസ്ന ചേരുന്നു. ദിസ്ന, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, കാസർഗോഡ് വിഷപ്പുക ശ്വസിച്ച് 50ഓളം കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കാഞ്ഞങ്ങാട് സബ് കളക്ടർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയാണ് പ്രധാനമായും ഈ സംഭവത്തിന് കാരണമായത്. കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജീവനക്കാർ ജനറേറ്റർ ഓണാക്കി. ആ ജനറേറ്ററിൽ നിന്ന് വന്ന വിഷപ്പുകയാണ് ഈ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾ ശ്വസിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ആശുപത്രിയും സ്കൂളും ഒരേ കോമ്പൗണ്ടിലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ജനറേറ്റർ ഓണാക്കിയ കെട്ടിടത്തിന് സമീപത്തുള്ള ക്ലാസ് മുറിയിലെ 50ഓളം കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥതയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടത്. തുടർന്ന് ഇവരെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ 25 വിദ്യാർത്ഥികളെ അടക്കം പ്രവേശിപ്പിക്കുകയും ബാക്കി 5 പേരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ബാക്കിയുള്ള വിദ്യാർത്ഥികളെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ആരോഗ്യനില തരണം ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാനാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുള്ളത്. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.